Welcome to Mastermind Education online classes. Today we will discuss about the Unit 3rd Social System, Social Structure and Social Function. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന ബ്ലോക്ക് 2-ലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ സിസ്റ്റം, അതുപോലെ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഫങ്ഷൻ എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിശകലനമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടായിട്ടുള്ള സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത്. സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വ്യവസ്ഥയാണ്. സമൂഹം നിലനിൽക്കണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരേപോലത്തെ നിലകൾ, അതുപോലെ തന്നെ ആളുകൾ തമ്മിലുള്ള പെരുമാറ്റങ്ങളും സംയോജനവുമൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ശരീരത്തിലെ ഒരു അവയവം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് സമൂഹവും നിലനിൽക്കേണ്ടത് എന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ വാളുകൾ, ചുമരുകൾ കൃത്യമായി ഫങ്ഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവസാനം നമ്മുടെ മുകളിലുള്ള റൂഫ് റെഡിയായാൽ മാത്രമേ അത് യഥാർത്ഥമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് മാറാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ സമൂഹം നിലനിൽക്കണമെങ്കിൽ ഒരു വ്യവസ്ഥ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അതിൽ ആദ്യത്തെ ഈ ഒരു ആശയം, സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ആദ്യമായി സമൂഹശാസ്ത്രത്തിൽ പഠനം നടത്തിയിട്ടുള്ള ആളാണ് ഹെർബർട്ട് സ്പെൻസർ. ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റാണ് സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് പഠനം നടത്തുന്നത്. അദ്ദേഹം സമൂഹത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിയോടാണ് അദ്ദേഹം ഉപമിച്ചത്. അഥവാ ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സമൂഹത്തിൽ സാമൂഹ്യ ജീവിതത്തെ പോലെയാണ് അദ്ദേഹം സമൂഹത്തെയും കണക്കാക്കിയത്. ഒരു ജീവിയെ പോലെയാണ്. ഒരു ജീവിക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ശരീരത്തിലെ അവയവങ്ങൾ, ആ അവയവങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ജീവി നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ സമൂഹത്തിലെ വ്യത്യസ്തമായ മേഖലകൾ, അല്ലെങ്കിൽ സമൂഹത്തിലെ കുടുംബങ്ങൾ, സാമൂഹ്യ ഗണങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, ഇതെല്ലാം എന്താണ്? ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ സമൂഹം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരു ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ വ്യത്യസ്തമായ ധർമ്മം നിർവഹിക്കുന്നത് പോലെ സമൂഹത്തിലെ വ്യത്യസ്തമായ ഭാഗങ്ങൾ ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുകയുള്ളൂ എന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്. അദ്ദേഹം അതിന് കൊണ്ടുവന്നതാണ് സാമൂഹ്യ ജീവിശാസ്ത്രം എന്ന ഒരു സിദ്ധാന്തമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ സാമൂഹ്യ ജീവി സിദ്ധാന്തം അല്ലെങ്കിൽ സാമൂഹ്യ ജീവശാസ്ത്ര സിദ്ധാന്തം കൊണ്ടുവന്ന ആളാണ് ഹെർബർട്ട് സ്പെൻസർ. അദ്ദേഹം സമൂഹത്തെ ഒരു ജീവിയോടാണ് ഉപമിച്ചത്. ഒരു ജീവിയുടെ പ്രവർത്തനങ്ങൾ എന്താണ്? യഥാർത്ഥമായി നടന്നാലേ അത് കൃത്യമായി നടക്കുകയുള്ളൂ. അത് തകരാറിലായാൽ എന്തായിരിക്കും? ആ ഒരു ജീവിയുടെ ജീവിതം നശിച്ചു പോകും. ഇതുപോലെ തന്നെയാണ് സമൂഹം ഒരു ജീവിയെ പോലെ അദ്ദേഹം ഉപയോഗിച്ചു. ഒരു ജീവിയുടെ ഭാഗങ്ങൾ മുഴുവനായും പ്രവർത്തിക്കണം, അല്ലാത്ത പക്ഷം അത് നശിച്ചു പോകും. ഇതേപോലെ സമൂഹവും നശിച്ചു പോകുമെന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്. രണ്ടാമത്തെ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മോണ്ടസ്ക്യൂ പറയുന്നത്, അദ്ദേഹം പറയുന്നത് സാമൂഹ്യ വ്യവസ്ഥ എന്ന ആശയത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അതിലോർത്ത് വെക്കേണ്ടത് സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ഒന്നിച്ചു വരുന്നതാണ് സാമൂഹിക സമ്പ്രദായം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അപ്പോൾ മോണ്ടസ്ക്യൂവിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹിക വ്യവസ്ഥയായിരിക്കണം, ഒരു സമൂഹത്തിൻ്റെ എല്ലാ വശങ്ങളും എന്തായിരിക്കണം? അത് ഒന്നിച്ചു ചേരുന്നത് ഒരു സാമൂഹിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു സാമൂഹിക സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് മോണ്ടസ്ക്യൂയുടെ അഭിപ്രായം. ഇനി മൂന്നാമത്തെ ഡെഫിനിഷൻ, ഡങ്കൻ മിച്ചലിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് എന്താണ്? വ്യക്തികൾ
നേരിട്ടോ അല്ലാതെയോ ഇടപഴകുന്നതാണ് സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. വ്യക്തികൾ ഒരേ ഒരു പരസ്പരം വ്യക്തികൾ നേരിട്ടോ അല്ലാതെയോ ഇടപഴകുമ്പോഴാണ് ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ടാവുന്നത് എന്നാണ് ഡങ്കൻ മിച്ചലിൻ്റെ അഭിപ്രായം. അപ്പോൾ 3 ഡെഫിനിഷൻ ഈ ഒരു ഭാഗത്ത് ഓർത്തു വെക്കേണ്ടതാണ്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം? സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ. 1, ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ 2ഓ അതിലധികമോ വ്യക്തികൾ ഉണ്ടാവും. വ്യക്തികൾ തമ്മിൽ സാധാരണ ഇടപെടലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഓർത്ത് വെക്കുക. എന്താണ്? ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ 2ഓ അതിൽ കൂടുതലോ വ്യക്തികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സാമൂഹ്യ വ്യവസ്ഥ, ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഒരു വ്യക്തി ഉണ്ടായാൽ മാത്രം പോരാ, 2ഓ അതിൽ കൂടുതൽ വ്യക്തികളോ ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, വ്യക്തികൾ തമ്മിൽ സാധാരണ ഇടപെടലുകൾ ഉണ്ടാകും. അഥവാ ഓരോ വ്യക്തികളും തമ്മിൽ ഇടപെടലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ, ക്രയവിക്രയങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് സമൂഹം ഉണ്ടാകുന്നത്. 3, വ്യക്തികൾ എങ്ങനെ ഇടപഴകുന്നു എന്നനുസരിച്ച് പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യും. അഥവാ ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും മറ്റുള്ളവർ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി നല്ല നിലയിൽ പെരുമാറുന്ന ആളാണെങ്കിൽ അയാളുടെ നല്ല നിലയ്ക്കായിരിക്കും പെരുമാറ്റം ഉണ്ടായിരിക്കുക. മറ്റൊരു ദുഷിച്ച സ്വഭാവമാണെങ്കിൽ അല്ലെങ്കിൽ പെരുമാറ്റം വളരെ മോശമാണെങ്കിൽ എന്തായിരിക്കും? അയാളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി 4, തലമുറകളായി പിന്തുടരുന്ന മൂല്യങ്ങളും മാനദണ്ഡങ്ങളും പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തികൾ മറ്റ് പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാമൂഹിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? തലമുറകളായി പിന്തുടരുന്നു പോരുന്ന ചില മൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ആശയങ്ങളുണ്ടായിരിക്കും, ആചാരങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? പിന്തുടരാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. അതാണ് 4ാമത്തെ പോയിന്റ്. 5, ലക്ഷ്യങ്ങൾ, പ്രതിഫലങ്ങൾ എന്നിവയുടെ നേട്ടത്തിൻ്റെ പൂർത്തീകരണത്തിന് പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നു. ലക്ഷ്യങ്ങൾ ഉണ്ടാവും. സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയാണെന്ത്? ലക്ഷ്യങ്ങൾ. ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ലക്ഷ്യങ്ങൾ വേണം. അതുപോലെ തന്നെ എന്താണ്? പ്രതിഫലങ്ങൾ. ലക്ഷ്യങ്ങൾ മാത്രം കിട്ടിയാൽ പോരാ, ലക്ഷ്യങ്ങൾ നേടി അതിൽ നിന്നുള്ള പ്രതിഫലങ്ങൾ ഉണ്ടായിരിക്കും. ഈ പ്രതിഫലങ്ങൾ എന്നിവയുടെ നേട്ടത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? പിന്തുടരാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയും. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സാമൂഹ്യ വ്യവസ്ഥ മുഴുവൻ അല്ലെങ്കിൽ സാമ്പത്തിക, രാഷ്ട്രീയ, നീതിന്യായ വ്യവസ്ഥകൾ പോലുള്ള ഈ വ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്നു. സാമൂഹ്യ വ്യവസ്ഥ എന്ത് ചെയ്യുന്നു? അത് പൂർണ്ണമായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സാമ്പത്തിക, രാഷ്ട്രീയ, അതുപോലെ തന്നെ എന്താണ്? നീതിന്യായ വ്യവസ്ഥകൾ പോലെയുള്ള ഉപവ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ 6ാമത്തെ പോയിന്റ് ഇത്രയും കാര്യങ്ങളാണ്. 7ാമത്തെ പോയിന്റ് അതിർത്തികൾ ഉൾക്കൊള്ളുന്നു. അഥവാ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രധാനമായിട്ടും ഒരു സാമൂഹ്യ വ്യവസ്ഥ, ഒരു പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും വ്യത്യസ്തമായ അതിർവരമ്പുകൾ അതിന് നിർണയിക്കപ്പെടുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സോഷ്യൽ സിസ്റ്റം എന്നിടത്ത് ഓർത്തു വെക്കേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. അജിൽ മാതൃക എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ 2 ടോപ്പിക്കുകളിൽ നമ്മൾ പറഞ്ഞു. 1, വാട്ട് ആർ ദ ഡെഫിനിഷൻസ്? ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ഡെഫിനിഷൻസ്. 2ാമത്തെ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്? അഥവാ എന്താണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ എന്താണ് സോഷ്യൽ സിസ്റ്റത്തിൻ്റെത് ഒന്ന് ഓർത്തു വെക്കുക. ഇനി 3ാമത്തെ ഒരു പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ അജിൽ മാതൃക. എന്താണ് അജിൽ മാതൃക എന്ന് പറയുന്നത്? ഈ ആശയം, അജിൽ മാതൃക എന്ന ആശയം കൊണ്ടുവന്നത് ടാൽക്കോട്ട് പാഴ്സൺ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഉപവ്യവസ്ഥ
ഉപവ്യവസ്ഥകളുടെ കൂട്ടമായിട്ടാണ് സാമൂഹ്യ വ്യവസ്ഥയെ അദ്ദേഹം കണ്ടത്. അഥവാ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഉപവ്യവസ്ഥകൾ, അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഉപവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക, രാഷ്ട്രീയ, നീതിന്യായം തുടങ്ങിയിട്ടുള്ള ഉപവ്യവസ്ഥകൾ. ഈ ഉപവ്യവസ്ഥകളുടെ ഒരു കൂട്ടത്തെയാണ് സാമൂഹ്യ വ്യവസ്ഥ എന്ന് അദ്ദേഹം പറയുന്നത്. ഇനി സാമൂഹ്യ വ്യവസ്ഥയെ നിർവചിക്കപ്പെടുന്നത് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലും സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഉപവ്യവസ്ഥകൾ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥ ഉൾക്കൊള്ളുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ആശയം, ഈ അജിൽ മാതൃക എന്ന് പറയുന്ന ആശയം ഇദ്ദേഹം പ്രധാനമായിട്ടും 2 പുസ്തകങ്ങളിലൂടെയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പുസ്തകം ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന പുസ്തകവും രണ്ടാമത്തെ പുസ്തകം ദ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഈ അജിൽ മാതൃക അവലംബിച്ചിട്ടുള്ളത്. എന്താണ് ഈ അജിൽ മാതൃകയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്? 4 പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഇതിനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത്. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ, 2 ഗോൾ അറ്റൈൻമെന്റ്, 3 ഇന്റഗ്രേഷൻ, 4 ലാറ്റന്റ് പാറ്റേൺ മെയിൻ്റനൻസ്. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹം അജിൽ മാതൃകയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഈ ഒരു അജിൽ മാതൃക വരാനുള്ള കാരണം ഈ 4 പ്രധാനപ്പെട്ട അഡാപ്റ്റേഷൻ, അതുപോലെ തന്നെ ഗോൾ അറ്റൈൻമെന്റ്, അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇന്റഗ്രേഷൻ, ലാറ്റന്റ് പാറ്റേൺ മെയിൻ്റനൻസ്. ഇതിലെ ആദ്യ അക്ഷരങ്ങൾ എടുത്തുകൊണ്ടാണ് അജിൽ മാതൃക അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എന്താണ് ഈ അജിൽ മാതൃകകൾ എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നതാണ്. പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി മനുഷ്യൻ പൊരുത്തപ്പെടുന്നതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റാണ് ഏത്? ഗോൾ അറ്റൈൻമെന്റ്, അഥവാ മനുഷ്യൻ ഒരു ലക്ഷ്യത്തിനോ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തെയാണ്, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ഗോൾ അറ്റൈൻമെന്റ് എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യം നേടിയെടുക്കുക, എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് ഗോൾ അറ്റൈൻമെന്റ് എന്നാണ് ടാൽകോട്ട് പാഴ്സൺ പറയുന്ന രണ്ടാമത്തെ ആശയം. മൂന്നാമത്തേത് ഇന്റഗ്രേഷൻ, അഥവാ സംയോജിപ്പിക്കുക. മൂല്യങ്ങളെയും അതുപോലെ തന്നെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംയോജനത്തെയാണ് എന്ത് പറയുന്നത്? മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ലാറ്റന്റ് പാറ്റേൺ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംയോജനം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ സംയോജനം നിലനിർത്തുന്ന വൈവിധ്യമായ വെല്ലുവിളികളെ സംയോജിപ്പിക്കുന്നതിനെയാണ്, അതിൻ്റെ ഒരു സംയോജനത്തെയാണ് ലാറ്റന്റ് പാറ്റേൺ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ വ്യക്തമായി ഓർത്തു വെക്കേണ്ടതാണ്. ആദ്യം ഈ ചാപ്റ്ററിലെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നിടത്താണ് ആദ്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതിൽ ഡെഫിനിഷൻസ് ഓഫ് ഹെർബർട്ട് സ്പെൻസർ ആൻഡ് മോണ്ടസ്ക്യൂ ആൻഡ് ഡങ്കൻ മിച്ചൽ, ഈ 3 ഡെഫിനിഷനിൽ നിന്ന് 2 ഡെഫിനിഷൻ എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ 2 ഡെഫിനിഷൻ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സോഷ്യൽ സിസ്റ്റം? സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ആ ഒരു ഭാഗവും ഓർത്തു വെക്കുക. ഇനി മൂന്നാമത്തേതാണ് എന്ത് പറയുന്നത്? അജിൽ മാതൃക. എന്താണ് അജിൽ മാതൃക? അജിൽ മാതൃക ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടാൽകോട്ട് പാഴ്സൺ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഇതിന് 4 മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കണം. അതിൽപ്പെട്ടതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള അഡാപ്റ്റേഷൻ, ഗോൾ അറ്റൈൻമെന്റ്, അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ, ലാറ്റന്റ് പാറ്റേൺ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ട് വിലയിരുത്തേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു ഫോർ ഓൾ സ്റ്റുഡൻസ്.